ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അതുപ്രകാരം ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ എല്ലാ രേഖകളും കണക്കുകളും പരിശോധിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അത്തരമൊരു പരിശോധനയുടെ ഇടയിൽ പ്രസക്തമായിട്ട് തോന്നുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എഴുതി കൊടുത്ത് മറുപടി വാങ്ങാം. ആ മറുപടിയുടെ വെളിച്ചത്തിൽ കരട് റിപ്പോർട്ട് തയ്യാറാക്കും. ആ കരട് റിപ്പോർട്ട് സർക്കാരിന് അയച്ചു തരും. അതിനടിസ്ഥാനത്തിൽ ഓഡിറ്റ് അവസാനിപ്പിക്കുന്ന എക്സിറ്റ് മീറ്റിംഗും ഉണ്ടാകും. കരട് റിപ്പോർട്ട് സംബന്ധിച്ചും സർക്കാരിന് പ്രതികരിക്കാനുള്ള സന്ദർഭം ഉണ്ടാകും. എന്നാൽ കിഫ്ബി സംബന്ധിച്ച് 2018-19 ഓഡിറ്റ് റിപ്പോർട്ടിലെ 4 പേജുകളിൽ ഉള്ള പരാമർശങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമുള്ളതല്ല. സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കിയിട്ടുള്ള കരട് റിപ്പോർട്ടുകളിൽ കിഫ്ബിയെക്കുറിച്ച് 2 പാരഗ്രാഫേ ഉള്ളൂ. അത് എന്താണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, കിഫ്ബിയുടെ ബോറോയിങ്ങിനെ കുറിച്ച്, അത് ഓഫ് ബഡ്ജറ്റ് ആണെന്ന് പോലും കൃത്യമായ നിഗമനത്തിലില്ല. കിഫ്ബിയുടെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിഗമനം അതിലില്ലെന്ന്. അങ്ങനെ ഒരു കരട് റിപ്പോർട്ടും എക്സിറ്റ് മീറ്റിംഗും കഴിഞ്ഞ് അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ അതുവരെ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്യാതിരുന്നിട്ടുള്ള ഭരണഘടനാപര വിരുദ്ധമെന്ന നിഗമനം 4 പേജുകളിലായിട്ട് അന്തിമ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇത് ദുർബദിഷ്ടമാണ്. ഇത്തരത്തിൽ നിഗമനങ്ങൾ ഏകപക്ഷീയം അടിച്ചേൽപ്പിക്കുന്നതിന് ഭരണഘടന അധികാരവും അവകാശവും നൽകുന്നില്ല. സർക്കാരുമായി ചർച്ച പോലും ചെയ്യാത്ത കാര്യങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് എഴുതി തന്നിട്ട് അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം, നിയമസഭാംഗങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആജ്ഞാപിക്കുന്നത് ശരിയല്ല. ഇത് സഭയുടെ അവകാശ ലംഘനമാണ്. മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് രേഖപ്പെടുത്തുമെന്ന കാര്യം ധനകാര്യ വകുപ്പിനെ അന്തിമ റിപ്പോർട്ടിന്റെ മുമ്പ് അറിയിച്ചിരുന്നു എന്നൊരു വാർത്ത ഇന്നലത്തെ ഒരു പത്രത്തിൽ കണ്ടു. ഞാൻ വളരെ വിശദമായിട്ട് ധനവകുപ്പിന്റെ ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചു. ധനകാര്യ സെക്രട്ടറിയോട് ആരാഞ്ഞു, കിഫ്ബിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു കുറിപ്പ് ഈ 4 പേജുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാരഗ്രാഫേ ഉള്ളൂ കരട് റിപ്പോർട്ടിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നം വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വാർത്താ വിവരം എങ്ങനെ ഈ മാധ്യമത്തിന് ലഭിച്ചു എന്നുള്ളത്. 2 സെറ്റ് ആളല്ലേ ഉള്ളൂ, ഒന്ന് സർക്കാർ, മറ്റത് AG. സർക്കാരിൽ ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാര്യം കിട്ടിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് ചോരേണ്ട പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉറവിടം
AGയുടെ ഓഫീസാണെന്ന് പറയേണ്ടി വരും. ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഇത് ആനുഷംഗികമായി അംഗീകരിക്കുക കൂടി ചെയ്തു, പരസ്യമായിട്ട് ഓൺ റെക്കോർഡ്. AGയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇത് നിങ്ങളെ നേരത്തെ വിവരം അറിയിച്ചിരുന്നല്ലോ. ദിസ് ഈസ് സംതിങ് ഓൺ റെക്കോർഡ്. 2 പ്രമുഖ പത്രപ്രവർത്തകരെങ്കിലും എന്നോടുള്ള അഭിമുഖത്തിന് വന്നപ്പോൾ AG's ഓഫീസിൽ നിന്നാണ് ഈ വിവരം അവിടെ നിന്നാണ് ലഭ്യമാക്കിയെന്ന് പറയൂ. സർക്കാരിനെതിരായിട്ട് ഒളിയുദ്ധം നടത്തുന്ന ആപ്പീസായിട്ടത് മാറുന്നു. AGക്ക് സർക്കാർ പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സർക്കാരിന് എഴുതാന്ന്. ഇത്രാം തീയതി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് 4 പേജ്. അതിന് നിങ്ങൾ ഇത്രാം തീയതി മറുപടി നൽകിയിട്ടുണ്ട്. സർക്കാർ പരിശോധിക്കുമല്ലോ. കരട് റിപ്പോർട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിയമസഭയിൽ വെക്കാനുള്ള റിപ്പോർട്ടാണ് അയച്ചതെന്നുള്ള പത്രക്കുറിപ്പ് കണ്ടു, തിരുത്തിയല്ലോ. അതോ പത്രങ്ങൾ കൊടുക്കില്ലോ ചോർത്തി? ഫേക്ക് ന്യൂസ്. ചോർത്തി എന്ന് പറയാൻ പറ്റത്തില്ല, ഫേക്ക് ന്യൂസ്. ഇതാദ്യത്തേതല്ല ഇങ്ങനെയുള്ള ചോർച്ചകൾ. കിഫ്ബി ഓഡിറ്റ് സംബന്ധിച്ച് തങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്നത്? സർക്കാർ ഇങ്ങനെ മറുപടി കൊടുത്തു എന്നുള്ളത് എവിടെന്നാ ചോർന്നത്? AG അതുകൊണ്ട് 14(1) 20 വകുപ്പ് പ്രകാരം വേണം ഓഡിറ്റ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്നത്? ഇതൊരു സ്ഥിരം കഥയാണ്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ഭൂഷണമല്ലേ? 11-ാം തീയതി എഴുതുന്ന പത്രക്കുറിപ്പ് ഈ വിവാദമെല്ലാം കത്തി നിന്നിട്ടും 16-ാം തീയതി മാത്രം മാധ്യമങ്ങളിൽ വന്നത്, അതും ചർച്ചകൾ നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ്, TV ചർച്ചകൾ ആരംഭിക്കുന്ന മുമ്പ് ലഭ്യമായത്. ഇതൊക്കെ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു. അസ്വാഭാവികം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. C&AG നൽകുന്ന അന്തിമ റിപ്പോർട്ട് ഗവർണർ വഴി നിയമസഭയ്ക്ക് സമർപ്പിച്ച ശേഷം മാത്രമേ C&AG ഇത് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥയുണ്ട്. അങ്ങനെ നിയമസഭ സമർപ്പിച്ച ശേഷം മാത്രമേ ഇത് വെളിപ്പെടുത്താൻ പറ്റൂ എന്ന് റൂളിംഗ് സ്പീക്കറുടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്ത, സർക്കാരിലാരും നോക്കാൻ പാടില്ല എന്നൊന്നും ഒരു വ്യവസ്ഥയില്ല. അങ്ങനെയുണ്ട് എന്നുള്ള മട്ടില്ല ചിലർ പറയുന്നു. അങ്ങനെയുള്ള ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരമുള്ള വകുപ്പ് കൊണ്ട് ഇത് സീൽഡായിട്ട് ഇങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ ധനമന്ത്രി ഒപ്പിടുന്നു, മുഖ്യമന്ത്രി ഒപ്പിടുന്നു, നേരെ ഗവർണർക്ക് പോകണു, ഗവർണറിൽ നിന്ന് ലെജിസ്ലേച്ചറിന് പോകണമെന്ന് ആരും തുറക്കാൻ പാടില്ലെന്ന് എവിടെയാ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്? ധനമന്ത്രി നോക്കും, മുഖ്യമന്ത്രി വേണമെങ്കിൽ നോക്കും. ഞാനിതുവരെ നോക്കിയിട്ടുണ്ട്. കാരണം പോസ്റ്റ്മാന്റെ പണിയല്ലെന്ന്. ധനവകുപ്പിൽ വരുന്നത് ധനവകുപ്പ് സെക്രട്ടറി നോക്കും. അങ്ങനെ ധനവകുപ്പ് സെക്രട്ടറി നോക്കിയത് എന്തോ വലിയ അപരാധമൊന്നും മട്ടില്ല ചിലർ എഴുതി കണ്ടുകൊണ്ട് ഞാനത് പറയുന്നു. ധനവകുപ്പ് സെക്രട്ടറി ഇത് കരടാണോ അന്തിമമാണോ എന്ന് ആരോടും പറഞ്ഞിട്ടൊന്നും ഈ റിപ്പോർട്ട് വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല. മറിച്ച് ഈ 4 പേജ്
ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും നേരത്തെ ഇത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതെന്ത് എന്ന് ചോദിച്ചതിന് കോപ്പി എടുത്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാർക്ക് ചോർത്തി നൽകിയെന്ന് സർക്കാരിൽ തന്നെ നോക്കുന്ന കാര്യം. ഇതിനുള്ള അവകാശമുണ്ടെന്ന് പൊതുമണ്ഡലത്തിലേക്ക് ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് സീല് പൊട്ടിക്കാൻ പാടില്ല, കവർ തുറക്കാൻ പാടില്ല, കിട്ടുന്ന പോലെ. എന്നാൽ പിന്നെ നേരത്തെ നേരിട്ടങ്ങ് കൊടുത്താൽ പോലെ. എന്തിനാ സർക്കാർ വഴി കൊടുക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. വളരെ അസാധാരണമായ സാഹചര്യമാണ് AGയുടെ ഈ റിപ്പോർട്ട് സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ളത്. നിർമ്മാണത്തിന് അനുവാദം നൽകിക്കഴിഞ്ഞതോ നിർമ്മാണം ആരംഭിച്ചതോ ആയുള്ള 50,000-ൽ പരം പ്രൊജക്റ്റുകൾ അവയുടെ ഭാവിയുടെ മേല് ഡെമോക്രസിന്റെ വാള് തൂങ്ങി. കേരളത്തിന്റെ വികസനത്തിന് വലിയൊരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു അസാധാരണ സാഹചര്യവും അസാധാരണമായ നടപടികളും ഇതിനു വേണ്ടി വരും. കാരണം മസാല ബോണ്ട് വിദേശത്ത് നിന്ന് വായ്പ എടുത്തത് ശരിയോ തെറ്റോ എന്ന് മാത്രമല്ല ഇവിടെ AGയുടെ പരാമർശം. കിഫ്ബി വഴിയെടുക്കുന്ന മുഴുവൻ വായ്പകളും അനധികൃതമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിനോ കൊച്ചി മെട്രോക്കോ വിശാലിനോ ഏതെങ്കിലും സ്ഥാപനത്തിന് വായ്പ എടുക്കാൻ കഴിയും. ഈ നിയമം, കിഫ്ബി നിയമം കേരള നിയമസഭ പാസാക്കിയതാണ് ഏകകണ്ഠമായിട്ട്. ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന രീതികളുണ്ട് വായ്പയെടുക്കാൻ. ബോണ്ടുകൾ ഇറക്കാം, ഡിബഞ്ചർ ഇറക്കാം, സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാം. ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടുകൾ, അല്ലെങ്കിൽ എൻവിറ്റ് പോലുള്ള പുതിയ സ്ഥാപനങ്ങൾ, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ. 1999-ൽ കിഫ്ബി രൂപീകരിച്ചപ്പോൾ നിലവിലില്ലാതിരുന്ന ഒട്ടേറെ പുതിയ രീതികൾ, അതുപ്രകാരം വായ്പ എടുക്കാം. എങ്ങനെ വായ്പ എടുക്കാം അത് പറഞ്ഞു. 2, ഈ നിയമസഭയാണ് തീരുമാനിച്ചത് വർഷം തോറും ഒരു ആനുവിറ്റി. ഇനി മുതൽ ആ വാക്ക് ഉപയോഗിച്ചാൽ മതി. വർഷം തോറും ഒരു ആനുവിറ്റി മോട്ടോർ വാഹന നികുതി വകുപ്പിന്റെ നികുതിയുടെ പകുതി കിഫ്ബിക്ക് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് വായ്പ എടുക്കൂ എന്നുള്ള നിയമം പാസ്സാക്കിയിട്ടുള്ളത് നിയമസഭയാണ്. UDFും പങ്കാളിയാണ്, ഏകകണ്ഠമാണ്. എന്നിട്ട് കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ എന്നൊരക്ഷരം അതിനെതിരായിട്ട് പറയാനുണ്ടോ പ്രതിപക്ഷം? ഇതില്ലാതായി പോണെങ്കിൽ പോട്ടെ എന്നൊരു ഭാവത്തിലല്ലേ? ഇത് കേരളത്തിന്റെ വികസനത്തിന് വലിയൊരു തിരിച്ചടിയാവാൻ പോവുകയാണ്. യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇതിനെതിരായിട്ട് പൊതുജനാഭിപ്രായം ഉയരണം, കേരളം ഉണരണം. എൻ്റെ പേരെയുള്ള അവകാശ ലംഘനമൊക്കെ ചെറുത്, അതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ. ബഹുമാനപ്പെട്ട സ്പീക്കർ ഔപചാരികമായിട്ട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് എനിക്ക് നൽകിയിട്ടുണ്ട്. അവകാശ ലംഘനത്തിന് എത്രയും പെട്ടതിനുള്ള മറുപടി കൊടുക്കും, വിശദമായിട്ടുള്ള മറുപടി കൊടുക്കും. ഈ CAG റിപ്പോർട്ടിന്റെ ക്രമവിരുദ്ധത അത് ചൂണ്ടിക്കാണിക്കും. അതുപോലെ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ഇത് നിഹനിക്കുന്നത്? ഇത് സംസ്ഥാനത്തിന്റെ വികസന സ്തംഭനത്തിലേക്ക് നയിക്കും
എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ട് ഇതൊരു അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിനുള്ള മറുപടി സമയത്തിനുള്ളിൽ തന്നെ നൽകും. ബഹുമാനപ്പെട്ട സ്പീക്കർ അത് നോക്കി അതിൻ്റെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുകൊണ്ട് ഈ അവകാശ ലംഘനത്തിൻ്റെ ചുറ്റും കിടന്നിങ്ങനെ കറങ്ങല്ലേ. യഥാർത്ഥ പ്രശ്നം കേരളം പോലൊരു സംസ്ഥാനത്തിന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന റോഡുകൾക്ക്, അല്ലെങ്കിൽ പാലങ്ങൾക്ക്, കെട്ടിടങ്ങൾക്ക്, പാർക്കുകൾക്ക് ഉള്ള പ്രവർത്തനം, വികസന പ്രവർത്തനങ്ങൾ തുടരണമോ വേണ്ടേ എന്നുള്ളതാണ്. UDF-ന് കിഫ്ബി അല്ലാതെ വേറൊരു മാർഗം ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ചില UDF നേതാക്കന്മാർ പറയുന്നത്, കിഫ്ബി വരുന്നതിന് മുമ്പ് വൻകിട പ്രൊജക്റ്റുകളൊന്നും കേരളത്തിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. പക്ഷെ എത്ര കുറച്ച്, എത്ര തുച്ഛം, എത്ര പതുക്കെ. അതിന്റെ ഫലമായിട്ട് എല്ലാ പശ്ചാത്തല സൗകര്യ മേഖലകളിലും കേരളം എത്രയോ പിന്നിലാണെന്ന്. എന്ന് മാത്രമല്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ള വൻകിട പ്രൊജക്റ്റുകളെല്ലാം റവന്യൂ ഏണിംഗ് പ്രൊജക്റ്റുകൾ മാത്രമാണ്. കൊച്ചി മെട്രോ, സിയാല്, വിശാല്, ഇങ്ങനെയുള്ളതെല്ലാം അത്തരം പ്രൊജക്റ്റുകൾ മാത്രം നമുക്ക് ഏറ്റെടുത്താൽ മതിയോ? കേരളത്തിലെ റോഡുകൾ ഒരു 50,000 കോടി ഇല്ലാതെ നമ്മുടെ ദേശീയപാതയും മേജർ ജില്ലാ റോഡുകളും BMNBC ആക്കി മാറ്റാൻ പറ്റുമോ? നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമോ? അതുകൊണ്ട് UDF പറയുന്ന മാർഗമുണ്ടല്ലോ, അത് ഇതിനൊന്നും പറ്റിയതല്ല. അത് വേണ്ടി വരും. ഇനിയും തുടരാൻ കിഫ്ബി ഉണ്ടെങ്കിലും ആകാം. കിഫ്ബി എന്നായിരിക്കില്ല തിരുവനന്തപുരം ക്യാപിറ്റൽ റീജിയൻ സിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ടാവുക. കിഫ്ബി എന്നായിരിക്കില്ല നമ്മുടെ സിൽവർ ലൈൻ റെയിൽവേ, പുതിയ റെയിൽവേ ലൈൻ വരിക. അതൊക്കെ തുടരുന്നു. UDF-നുള്ള ചോദ്യം ഇതാണ്. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റവന്യൂ ഏണിംഗ് അല്ലാത്ത നമ്മുടെ സ്കൂളുകള്, ആശുപത്രികള്, റോഡുകള്, ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എന്താ ഒരു പരിപാടിയുള്ളത്? നിങ്ങൾ കൂടി പാസാക്കിയ കിഫ്ബി ആക്ടിന് അത് മുഴുവൻ നിയമവിരുദ്ധം, ആക്ട് നിയമവിരുദ്ധമാണെന്നാ പറയുന്നത്, ഭരണഘടനാ വിരുദ്ധം. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ശരി, സുരേഷ് ഒന്ന് ഉറക്കം പറ. നമ്മുടെ കോവിഡ് ഇതിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. ആ പ്രശ്നം അതുകൊണ്ട് എന്ത് തിരിയുന്ന അതൊക്കെ നിശ്ചയമായിട്ടും അതിന്റെ വഴിക്ക് നടക്കേണ്ട പോലെ നടക്കും. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കത്തക്കൊരു നീക്കം നടത്തി. ഈ നാട്ടിന് മുഴുവൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രൊജക്റ്റിലൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ? അപ്പൊ അതാണ് അസാധാരണം എന്ന് പറയുന്നത്. സാധാരണ ഒരു കളിയല്ല. അപ്പൊ അതുകൊണ്ട് നിയമസഭയില് ഇതിനെക്കുറിച്ചുള്ള ക്രമവിരുദ്ധമാണെങ്കിലും അത് നിയമസഭ തന്നെ തീരുമാനിക്കേണ്ടതാണ്, ഞാൻ തീരുമാനിക്കേണ്ടതല്ല. ഇല്ല, CAG-ക്ക് സംസ്ഥാന സർക്കാരുമായി സംസ്ഥാന സർക്കാർ വിസ്തീർണം അംഗീകരിക്കണ്ട. അതെ 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 അതൊക്കെ ആ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നു. അല്ലാതെ ഞാനല്ല തീരുമാനിക്കുക. അതിന് എൻ്റെ അഭിപ്രായമില്ലേ? അതിൽ എൻ്റെ അഭിപ്രായമില്ലേ? സർക്കാരിൻ്റെ അഭിപ്രായമില്ല. അതിന് പ്രസക്തിയുണ്ട്.
അത് പറയുന്നു നിയമസഭയ്ക്ക് നിയമസഭയുടേതായ പരിഗണനാ രീതികളുണ്ട്, അതനുസരിച്ച് പരിശോധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഇതിൻ്റെ ഇങ്ങനെ ക്രമവിരുദ്ധതയെക്കുറിച്ച് അടക്കം സർക്കാർ നിയമപരിശോധന നടത്തും. ഞാൻ കോടതിയിലല്ലെന്ന്, നിയമസഭയാണ് ഇതിൻ്റെ അവസാന വാക്ക്, കോടതിയല്ല, കേരള നിയമസഭയാണ്. കേരള നിയമസഭ റിപ്പോർട്ടും പരിഗണിക്കും, അതിൻ്റെ കമ്മിറ്റികൾ പരിഗണിക്കും, അവസാനം കേരള നിയമസഭ പരിഗണിക്കുകയും ചെയ്യും. പക്ഷേ ഇത് അസാധാരണമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ പരിഗണനകൾ വേഗം നടത്തണം. ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള CNG ഗൈഡ് ലൈൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ എല്ലാവർക്കും അയച്ചു തരാം. അത് പ്രകാരം കൃത്യം എത്ര സൂക്ഷ്മമായിട്ടാണ് പറയണമെന്നറിയാമോ? ഓഡിറ്റ് ആൻഡ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, ഇങ്ങനെ 3 കാര്യം, ഓരോരുത്തരുടെ അവകാശങ്ങൾ എന്തെന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അല്ല, കരടിൽ വരുമല്ലോ. ഈ എൻക്വയറി സ്റ്റേജിൽ നിങ്ങൾക്ക് ക്വറീസ് മാത്രമാണ്, ക്വറീസിന് മറുപടി നൽകുന്നു. എക്സിറ്റ് മീറ്റിങ്ങിൽ മുമ്പ് കരട് റിപ്പോർട്ട് തരുന്നു. കരട് റിപ്പോർട്ടിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ലെന്നല്ല, കരട് റിപ്പോർട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ കരട് റിപ്പോർട്ടില്ലാത്ത നിഗമനങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കാൻ പറ്റത്തില്ലെന്ന്. ചോദ്യങ്ങളല്ല ആ ഘട്ടത്തിൽ കരട് റിപ്പോർട്ട് അച്ചടിച്ചു തരുന്നതാണ്. ആ കരട് റിപ്പോർട്ടിൽ 2 പാരഗ്രാഫേ ഉള്ളൂ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കുറിച്ച്. അതിനോടൊപ്പം 4 പേജും വല്ല പുതിയ നിഗമനങ്ങളും എവിടെ നിന്ന് വന്നു? ആ വന്ന കാര്യത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരോട് ചർച്ച ചെയ്യണ്ടേ? അത് തന്നെയാണ്. ആ കരടിലില്ലാത്ത ഒന്ന് വരുമ്പോ ഇതിനപ്പുറം ഞങ്ങൾ ഇങ്ങനെ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് എന്തും എഴുതി വെച്ചിട്ട് അതങ്ങ് നിയമസഭയിൽ വെച്ചോളൂ എന്ന് പറയാനുള്ള അവകാശമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. ഇപ്പൊ തയ്യാറാക്കിയിരിക്കുന്ന 100 പേജ് മറുപടി അന്ന് കൊടുക്കുമായിരുന്നു. ഇല്ല, വിശദാംശം പറഞ്ഞു. ഞാനിപ്പോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ തന്നെ ആ മറുപടികളാ. ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ പറയുന്നതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട CNG വാദങ്ങൾ എന്താണ്? CNG വാദങ്ങൾ ഒന്ന്, ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, ഈ പറഞ്ഞ സങ്കല്പം. ഇനി പുതിയ വാദങ്ങൾ 2, ഇതിൻ്റെ കോണ്ടിൻജൻസി ലയബിലിറ്റി അല്ല, ഡയറക്റ്റ് ലയബിലിറ്റിയാണ്. കാരണം ഇതിന് വരുമാനം വേറെയില്ല. 3, അതുകൊണ്ട് ഡയറക്റ്റ് ലയബിലിറ്റി ആയതുകൊണ്ട് ഭരണഘടനാ അനുച്ഛേദം 293(1) വിരുദ്ധമാണ്. ഇതാണ് വാദത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇത് ഓരോന്നും കോണ്ടസ്റ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാ? ഇത് ഓഫ് ബഡ്ജറ്റ് അല്ല, അതിന് കൃത്യമായ നിർവചനമുണ്ട്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കണം എന്നുള്ള ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയുണ്ട്. അതനുസരിച്ചാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഇത് പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ ഇങ്ങനെയുള്ള ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഞാൻ വ്യക്തമാക്കും എന്ന് പറഞ്ഞിട്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമൊന്നുമല്ല കാര്യം. 2, ഇത് ഡയറക്റ്റ് ലയബിലിറ്റിയാണ്. എന്തുകൊണ്ട്? തനത് വരുമാനം വേറെ ഇല്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, KSRTC കൊടുക്കുന്ന വായ്പ എന്താ? അത് സർക്കാരിൻ്റെ ഡയറക്റ്റ് ലയബിലിറ്റി അല്ല. കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾക്ക് സർക്കാർ വായ്പ ഗ്യാരണ്ടി നിൽക്കുന്നു? ആ സ്ഥാപനം പൊളിഞ്ഞാൽ സർക്കാരിൻ്റെ ലയബിലിറ്റിയായി തീരില്ലേ? അതിൻ്റെ പേര് കണ്ടിൻജൻസി ലയബിലിറ്റി എന്നാണ്, ഡയറക്റ്റ് ലയബിലിറ്റി അല്ല. കാരണം കിഫ്ബിക്ക് ഡയറക്റ്റ് വരുമാനമുണ്ട്. എല്ലാ റവന്യൂ ഏണിംഗ് പ്രൊജക്ട്, നോൺ റവന്യൂ ഏണിംഗ് പ്രൊജക്റ്റുകളല്ല. ഇപ്പോൾ തന്നെ 25% റവന്യൂ തരുന്ന പ്രൊജക്റ്റുകളാണ്. 2, കിഫ്ബിക്ക് നൽകുന്നത്
വർഷം തോറും നൽകുന്ന ഒരു ആന്വിറ്റിയാണ്. എത്ര ആന്വിറ്റി പ്രൊജക്റ്റുകൾ UDF-ന്റെ കാലത്ത് എടുത്തിരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം അടക്കം അതിന് കൊടുക്കാനുള്ള ബാധ്യത മുഴുവനും സർക്കാരിൻ്റെ വായ്പയായിട്ട് ആരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? സോ ആ ഒരു മോഡലാണിത്. ഒരിക്കലും കിഫ്ബിയുടെ ലയബിലിറ്റി അതിൻ്റെ അസറ്റിനേക്കാൾ ഒരു ഘട്ടത്തിലും കൂടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള വിശദമായിട്ടുള്ള അസറ്റ് ലയബിലിറ്റി മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ബാധ്യതയല്ല. അതുകൊണ്ട് ഇത് സർക്കാരല്ല വായ്പ എടുക്കുന്നത്, കിഫ്ബി എന്ന് പറഞ്ഞ കോർപ്പറേറ്റ് ബോഡിയാണ്. അതുകൊണ്ട് 293(1) ഇതിന് ബാധകമല്ല. ഇതാ ഞങ്ങളുടെ മറുപടി. വേണം വിശദീകരിച്ചൊക്കെ നൽകാം. ഇത് ചോദിക്കണമെന്നായി പറയണേ. ചോദിച്ചിട്ട് സർക്കാരിൻ്റെ ഈ വാദങ്ങൾ തള്ളി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് എഴുതാനുള്ള അവകാശമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാമാന്യ നീതിയുടെ നിഷേധമാണ്. സർക്കാരിൻ്റെ സംവിധാനത്തെയും ഭരണത്തെ ആകെ സ്തംഭിപ്പിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് സർക്കാരുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ള ഒരു ഭരണഘടനാപരമായ ചുമതല അവർ നിർവഹിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതിയുടെ 50% ഡയറക്റ്റ് ആയിട്ട് കിഫ്ബിയിലേക്ക് പോകുന്നത് കൊണ്ട് കിഫ്ബി ഈസ് ഈക്വൽ ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല. എങ്ങനെ കിഫ്ബി ഈസ് ഈക്വൽ ടു ഗവൺമെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ EMS പാർപ്പിട പദ്ധതി അവിടെ കൊടുക്കുന്ന ഗ്രാൻറ്റിന്റെ 20% തരും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുകൊണ്ട് പഞ്ചായത്ത് EMS പാർപ്പിട പദ്ധതിക്ക് ലൈഫിനെടുക്കുന്ന വായ്പയൊക്കെ സർക്കാരിന്റെ നേരിട്ടുള്ള വായ്പയായിട്ട് ആരെങ്കിലും കരുതുന്നുണ്ടോ? അതിനൊക്കെ ചിട്ടകളുണ്ട്. ഇദ്ദേഹം പറഞ്ഞാൽ പോരല്ലോ എന്ന്. അതാണ് വാദമെങ്കിൽ ഏത് സ്ഥാപനം എടുക്കുന്ന വായ്പയാണ് സ്വതന്ത്രമായ വായ്പയാവുക? ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്, സർക്കാരല്ല. അതെ, ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് സർക്കാരിന്റെ വരുമാനം കൊടുക്കാതെ ഉള്ളത്? ഒരു വർഷമല്ലല്ലോ, എല്ലാ വർഷവും. നഹായ് സർക്കാരിന്റെ ഫണ്ടിങ് ഇല്ലേ? കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏജൻസിയാണ് നഹായ്. 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം കോടി രൂപ മുടക്കുന്നു. വായ്പ എടുത്തിട്ടാ. നഹായ്ക്ക് സ്വന്തമായിട്ട് വരുമാനം ഇവിടെ നിന്ന് പറഞ്ഞുതരാമോ? കേന്ദ്ര സർക്കാരിന്റെ ഇല്ല. നിക്ക് ഇത് കേന്ദ്ര സർക്കാരിന്റെ ആകുമ്പോൾ തന്നെ അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ആണ്. അതുകൊണ്ട് വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാണിക്കുന്നില്ലല്ലോ. നഹായി എടുക്കുന്ന കാണിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഇവിടെ. ആകെ നോക്കാനുള്ളത് ഇത് സംസ്ഥാന സർക്കാരിന്റെ അല്ല, സംസ്ഥാന സർക്കാരല്ല, അത് ഇൻഡിപെൻഡന്റ് ബോഡി കോർപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് അഭിപ്രായ വ്യത്യാസം. വേദിക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കണ്ടൻഷൻ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടുന്ന അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ഇന്നത്തെ കേരളത്തിൻ്റെ വികസന തന്ത്രത്തിന് അനിവാര്യമാണ് എന്ന് UDF-ഉം LDF-ഉം അംഗീകരിക്കുന്ന ഈ പശ്ചാത്തല സൗകര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ എങ്ങനെ സമാഹരിക്കാം? ആ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങൾ ഈ സർക്കാർ കണ്ടിരിക്കുന്നു. ഇത് ആദ്യം നടാടെ ചെയ്യുന്നതല്ല. ഇതിക്ക് മുമ്പും സർക്കാരിന് പുറത്ത് CAG-ക്കെതിരെ വലിയ ആരോപണങ്ങളാണ്, വിമർശനമാണ് വീണ്ടും ധനമന്ത്രി ഉന്നയിക്കുന്നത്. വ്യാജവാർത്തയുടെ ഉറവിടമായി CAG ഓഫീസ് മാറിയിരിക്കുന്നു. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനമായി CAG തരം താഴുന്നു. സംസ്ഥാനത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഏകപക്ഷീയമായി അട്ടിമറിക്കപ്പെടുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ധനമന്ത്രി ഉന്നയിക്കുന്നത്.